നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട വധശ്രമ കേസിലെ പ്രതി സ്റ്റേഷനിൽ കീഴടങ്ങി. കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പുന്നിയൂർക്കുളം ചമ്മന്നൂർ മുണ്ടാറയിൽ വീട്ടിൽ മുഹമ്മദ് ഷിഫാനാണ് ദിവസങ്ങൾക്കു ശേഷം സ്റ്റേഷനിൽ കീഴടങ്ങിയത്. അഴിമതി ആരോപണം. ചാവക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പുളിച്ചിറക്കെട്ട്, കുളം, ബ്ലാങ്ങാട് ബീച്ച്, മിനി വാഗമൺ പദ്ധതികളിലാണ് വൻ അഴിമതി നടന്നുവെന്ന് പ്രതിപക്ഷം. നഗരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കടവല്ലൂർ പഞ്ചായത്തിൽ നിന്നും കെട്ടിട നികുതി തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ തുക നഷ്ടപ്പെട്ടതായി സംശയം. ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് വിശദമായി പരിശോധിച്ചപ്പോഴാണ് സംശയം ബലപ്പെട്ടത്. തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്ന നിഗമനം. തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട വധശ്രമ കേസിലെ പ്രതി സ്റ്റേഷനിൽ കീഴടങ്ങി. കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പുന്നിയൂർക്കുളം ചമ്മന്നൂർ മുണ്ടാറയിൽ വീട്ടിൽ മുഹമ്മദ് ഷിഫാനാണ് ദിവസങ്ങൾക്കു ശേഷം സ്റ്റേഷനിൽ കീഴടങ്ങിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ വടക്കേക്കാട് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ച പ്രതി ഇരു കൈകളിലും ബന്ധിപ്പിച്ച വിലങ്ങ് ഒരു കൈയിലേക്ക് മാറ്റിയ സമയത്ത് പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പുന്നിയൂർക്കുളം കുന്നത്തൂർ ബാറിന് മുന്നിലുണ്ടായ അടിപിടിയിൽ വടക്കേക്കാട് മുരിയന്തടം കോതോട്ടിൽ വിഷ്ണു യാദവിനെ ചെവിയിലും തലയിലും വെട്ടി പരിക്കേൽപ്പിച്ച കേസിലായിരുന്നു അറസ്റ്റ്. കാപ്പ കേസിൽ ഉൾപ്പെടെ നിരവധി അടിപിടി കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള പ്രതിയാണ് ഇയാൾ. കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ട സംഭവത്തിൽ 4 പോലീസുകാരെ കഴിഞ്ഞ ദിവസം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ചാവക്കാട് നഗരസഭയിൽ അഴിമതി ആരോപണം. കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. തുടർന്ന് നഗരത്തിൽ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നഗരസഭയുടെ കീഴിലുള്ള പുളിച്ചിറക്കെട്ട്, കുളം, ബ്ലാങ്ങാട് ബീച്ച്, മിനി വാഗമൺ പദ്ധതികളിൽ വൻ അഴിമതി ആരോപിച്ചാണ് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചത്. പദ്ധതി നിർവഹണത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ആരോപണം. പുളിച്ചിറക്കെട്ട് കുളം പദ്ധതിയിൽ 40 ലക്ഷം രൂപയുടെയും മിനി വാഗമണിൽ 3 ലക്ഷത്തിലധികം രൂപയുടെയും അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. രൂപയാണ് മറ്റൊന്ന്, മണത്തല പുളിച്ചിറക്കെട്ടില് 50 ലക്ഷം രൂപയുടെ പദ്ധതി എന്ന് പറഞ്ഞ് അവിടെ ചെളി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയും അവിടെ നീന്തൽക്കുളം കൊണ്ടുവരുന്നതിന് വേണ്ടി പറഞ്ഞ് 50 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയും. അവിടെ 15 ലക്ഷം രൂപയുടെ ചെലവ് പോലും വന്നിട്ടില്ല. വൻ അഴിമതിയാണ് ഈ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കള്ള വൗച്ചർ എഴുതി ഈ നഗരസഭയിലെ സാധാരണക്കാരൻ്റെ പണം തട്ടിയെടുക്കുകയാണ് ഈ നഗരസഭ. മിനി വാഗമൺ പദ്ധതി പ്രദേശത്ത് 50,000 രൂപയുടെ പണികൾ പോലും നടന്നിട്ടില്ലെന്നും ഇതിനായി 3 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചതായി കണക്കുകൾ കാണിച്ചിരിക്കുകയാണ്. പുളിച്ചിറക്കെട്ട് കുളം ആകെ 15 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളതെന്നും ബാക്കി തുക മുഴുവൻ അഴിമതി നടത്തുകയാണ് ചെയ്തതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അടുത്ത യോഗത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാമെന്ന് ചെയർമാൻ ഉറപ്പു നൽകിയിരുന്നതാണെന്നും ഇതിനായി 12 കൗൺസിലർമാർ ഒപ്പിട്ട നിവേദനം നൽകിയിട്ടും ഇന്നത്തെ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ ചെയർമാൻ അനുവദിച്ചില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. ഇറങ്ങിപ്പോക്കിനു ശേഷം ഭരണസമിതിയുടെ അഴിമതിക്കും വഞ്ചനയ്ക്കുമെതിരെ പ്രതിപക്ഷാംഗങ്ങളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. പ്രതിപക്ഷ നേതാവ് സി ഗോപപ്രതാപൻ, കൗൺസിലർമാരായ ആരിഫ്, ആഷിഫ് പാലയൂർ, ജോയ്സി ടീച്ചർ, ഷെമി സത്താർ, സുജാത സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്തിൽ നിന്നും കെട്ടിട നികുതി തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ തുക നഷ്ടപ്പെട്ടതായി സംശയം. ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് വിശദമായി പരിശോധിച്ചപ്പോഴാണ് സംശയം ബലപ്പെട്ടത്. കണക്കുകൾ പലതും യോജിക്കുന്നില്ലെന്ന് പരിശോധന നടത്തിയവർ പറയുന്നു. ശനിയാഴ്ച ഉച്ചയോടെ തുടങ്ങിയ പരിശോധന ഇന്നലെ പുലർച്ചെ 5 മണിവരെയും ഇന്നലെ രാവിലെ 9 തുടങ്ങിയ പരിശോധന വൈകിട്ട് വരെയും നീണ്ടു. അവധി ദിവസമായിട്ടും ജീവനക്കാർ കണക്ക് പരിശോധിക്കാനെത്തിയിരുന്നു. കെട്ടിട നികുതി സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി പഞ്ചായത്ത് ക്ലർക്ക് PS സാജിത്താണ് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനത്തോടെ ഇത്തരത്തിൽ
3,76,641 രൂപ തട്ടിയെടുത്തത് ഇദ്ദേഹം പഞ്ചായത്തിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചിരുന്നു. കണക്കുകളിൽ വന്ന വ്യത്യാസം വിശദമായി പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തുവന്നത്. 4 വർഷമായി സാജിദ് പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിനാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ സാധിക്കില്ലെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്നാണ് നിഗമനം. പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചു. നിലവിലെ പാലം പൊളിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് സഞ്ചരിക്കുന്നതിനു വേണ്ടി താൽക്കാലിക ബണ്ട് റോഡ് നിർമ്മിച്ചിരുന്നു. കനത്ത മഴയിൽ പുഴയിൽ വെള്ളം കുത്തിയൊലിച്ചൊഴുകിയതിനെ തുടർന്ന് ഈ ബണ്ട് റോഡ് തകർന്നിരുന്നു. ഇതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. AC മൊയ്തീൻ MLA ഇടപെടലിന്റെ ഭാഗമായാണ് പുതിയ ഇരുമ്പു നടപ്പാലം നിർമ്മിച്ചത്. AC മൊയ്തീൻ MLA നടപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷ പ്രബിത ബാലകൃഷ്ണൻ, മെമ്പർമാരായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, വേലൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ KV അഷ്ന, മെമ്പർമാരായ ബിന്ദു നന്ദൻ, ശ്രീമതി ജനാർദ്ദനൻ, മുൻ പ്രസിഡന്റുമാരായ S ബസന്തലാൽ, TR ഷോബി തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. പുഴയിൽ വെള്ളം ഉയർന്ന് ഒഴുക്ക് ശക്തമായതിനെ തുടർന്ന് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. കാലവർഷത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. മഴയൊഴിഞ്ഞാൽ പാലത്തിന്റെ പ്രധാന സ്ലാബ് വാർപ്പ് നടത്തും. 5,07,00,000 രൂപ ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. രോഗിയെ കൊണ്ടുപോകുകയായിരുന്ന ആംബുലൻസ് കാറിലിടിച്ച് അപകടം സംഭവിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും സംസ്ഥാന പാതയിൽ നിന്നും ഇടിച്ച വാഹനങ്ങൾ മാറ്റാത്തതിൽ നാട്ടുകാരുടെ പരാതി. സ്ഥിരം അപകട മേഖലയായ അൻസാർ ആശുപത്രി വളവിൽ എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കാഴ്ച മറച്ച നിലയിലാണ് അപകടത്തിൽപ്പെട്ട ആംബുലൻസും കാറും റോഡിന് സമീപത്തെ വളവിൽ പാർക്ക് ചെയ്തിരുന്നത്. എന്നാൽ കാർ ഞായറാഴ്ച വൈകിട്ടോടെ മാറ്റിയെങ്കിലും ആംബുലൻസ് ഇപ്പോഴും റോഡിന് സമീപത്ത് നടപ്പാതയിൽ തന്നെയാണ്. അപകടം സംഭവിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസോ RTO ഓഫീസർമാരോ സ്ഥലത്തെത്തി വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാത്തതിനാൽ ആശങ്കയിലാണ് നാട്ടുകാർ. ഒരാഴ്ച മുമ്പ് പൊന്നാനിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസ് കോഴിക്കോട് ഭാഗത്തു നിന്നും വന്നിരുന്ന കാറിനു പിറകിൽ ഇടിച്ചായിരുന്നു അപകടം. ആംബുലൻസ് എത്രയും പെട്ടെന്ന് റോഡിന്റെ അപകട വളവിൽ നിന്നും മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏകാധിപത്യ ഭരണ സംവിധാനത്തെ ശക്തമായ സമരത്തിലൂടെ വിദ്യാർത്ഥികൾ മുട്ടുകുത്തിച്ചുവെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് MLA. CPI കാട്ടകമ്പ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MA രാജൻ അനുസ്മരണവും അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ രാഷ്ട്രീയം വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നവരാണ് നമ്മുടെ വിദ്യാർത്ഥികളെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ വ്യക്തമായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യക്കാരായ വലിയൊരു ജനവിഭാഗത്തിന്റെ പിന്തുണ ഈ സമരം നേടിയെടുത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഷാജി ജോർജ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK രവീന്ദ്രൻ, പ്രേംരാജ് ചൂടലാത്ത്, KT ഷാജൻ മാസ്റ്റർ, ബബിത ഫിലോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്തിലെ കലാകായിക രംഗത്ത് മികവ് പ്രകടിപ്പിച്ചവരെയും വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. പുന്നൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആദര സമ്മേളനം KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. അകലാട് AM-UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഷിബു, പുന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിസ്ല റഹീം എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ MV ഹൈദരാലി, KP ഉമർ, PM നസീർ, KK ഷുക്കൂർ, ബാങ്ക് ഡയറക്ടറും പഞ്ചായത്ത് മെമ്പർമാരുമായ സലീം കുന്നമ്പത്ത്, ബൽക്കീസ് ഖാലിദ്, ബാങ്ക് ഡയറക്ടർമാർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC, +2, VHSC പരീക്ഷകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിജയം നേടിയവർ, പഞ്ചായത്തിലെ മികച്ച കർഷകർ, ജീവൻ രക്ഷാ പ്രവർത്തകർ തുടങ്ങിയവരെയാണ് ആദരിച്ചത്. വെള്ളാറ്റഞ്ഞൂർ ASN നമ്പീശൻ മാസ്റ്റർ മെമ്മോറിയൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ സാന്ത്വന പരിചരണ കേന്ദ്രത്തിന്റെയും ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെയും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. ASN നമ്പീശൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്ന യോഗം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് PS സുഭാഷ് അധ്യക്ഷനായി. നിർമ്മാണ കമ്മിറ്റി രക്ഷാധികാരികളായി K രാധാകൃഷ്ണൻ MP, MLA മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റ്ലപ്പള്ളി
തുടങ്ങി 501 അംഗ ജനറൽ കമ്മിറ്റിയും 101 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു. ആദ്യ സഹായമായി MLA AC മൊയ്തീൻ 50,000 രൂപ കൈമാറി. തുടർന്ന് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ജോസ് ഉൾപ്പെടെയുള്ളവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തുക നൽകി. ഡോക്ടർ VK വിജയൻ മാസ്റ്റർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TM അബ്ദുൾ റഷീദ്, TR ഷോബി, വേലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി ക്ഷാമം പരിഹരിക്കാതെ നാടിനെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട UDF സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPIM മറ്റം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. മറ്റം സെന്ററിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം CPIM ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. മറ്റം ലോക്കൽ സെക്രട്ടറി KS ദിലീപ് അധ്യക്ഷനായി. കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം C അംബികേശൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VV തിലകൻ, KJ ബിജു, അഡ്വക്കേറ്റ് സിന്ധു ഷാജു, KM ജിജിൻ, കബീർ മാസ്റ്റർ, EV മജ്നു എന്നിവർ സംസാരിച്ചു. എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ പള്ളിക്ക് കീഴിലുള്ള മഴുവഞ്ചേരി വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ കപ്പേളയിലെ തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 കപ്പേളയിൽ ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. ഞായറാഴ്ച രാവിലെ 6:45 എരനെല്ലൂർ ഇടവക ദേവാലയത്തിൽ ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി, വിശുദ്ധന്റെ രൂപം എഴുന്നള്ളിക്കൽ എന്നീ തിരുകർമ്മങ്ങളും നടന്നു. ഉച്ചയ്ക്ക് 1:30 വള എഴുന്നള്ളിപ്പ് ആരംഭിച്ച് വൈകിട്ട് 6:45 കപ്പേളയിലെത്തി സമാപിച്ചു. 7 മണിക്ക് ലതീഞ്ഞിനും നൊവേനയ്ക്കും നേർച്ച വിതരണത്തിനു ശേഷം ഫാൻസി വെടിക്കെട്ടും നടന്നു. മഴുവഞ്ചേരി സെന്റ് ജെയിംസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ സെബി പുത്തൂർ, യൂണിറ്റ് പ്രസിഡന്റ് AN വിൻസെന്റ്, തിരുനാൾ കൺവീനർ PK ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം സംഗീത സൗഹൃദം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പിന്നണി ഗായിക S ജാനകി അനുസ്മരണവും സംഗീത സായാഹ്നവും സംഘടിപ്പിച്ചു. നഗരസഭാ ലൈബ്രറി CV ശ്രീരാമൻ ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സംഗീത സൗഹൃദം കൂട്ടായ്മ പ്രസിഡന്റ് ബാലചന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന സംഗീത സായാഹ്നത്തിൽ 50-ലേറെ ഗായകർ വിവിധ ഭാഷകളിലായി ജാനകി പാടിയ പാട്ടുകൾ ഉൾപ്പെടെ ആലപിച്ചു. സംഗീത സൗഹൃദം കൂട്ടായ്മ ഭാരവാഹികളായ കിഷോർലാൽ കക്കാട്, സുനിൽ ചൂണ്ടൽ, ജോയ് ചീരൻ എന്നിവർ നേതൃത്വം നൽകി. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാതെ ജനങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട UDF സർക്കാരിന്റെ CPM നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുന്ന സമരത്തിന്റെ ഭാഗമായി എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വാഗയിൽ വെച്ച് നടന്ന പ്രതിഷേധം ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി UDF സർക്കാരിന്റെ സൃഷ്ടിയാണെന്നും വൈദ്യുതി വാങ്ങൽ ഉൾപ്പെടെ ആവശ്യമായ ക്രമീകരണം നടത്തേണ്ട സമയത്ത് തമ്മിലടിയും കോലം കത്തിക്കലുമായിരുന്നു UDFന്റെ പണിയെന്നും സുബിദാസ് പറഞ്ഞു. മഴ പെയ്യാൻ പ്രാർത്ഥിക്കാനാണ് മന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. 10 വർഷമായി കേരളത്തിൽ പവർ കട്ട് ഇല്ലാതിരുന്നത് LDF സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലിന്റെ ഭാഗമായാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക്കൽ സെക്രട്ടറി PS ഷൈൻ അധ്യക്ഷനായി. KP രാജു, TD സുനിൽ, TK സഞ്ജിത്ത്, PV അശോകൻ, ശ്രീകുമാർ വാഗ, സുമ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പ്രവർത്തകരുടെ വീടുകളിലും ഈ സമരത്തിന്റെ ഭാഗമായി മെഴുകുതിരികൾ കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറി അന്നകര കളത്തിപ്പറമ്പിൽ മാധവൻ സ്മരണാർത്ഥം ആഗസ്റ്റ് 16 മുതൽ 25 വരെ സംഘടിപ്പിക്കുന്ന അഖില കേരള സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി മറ്റം കരിഷ്മ ഓഡിറ്റോറിയത്തിൽ നാടകോത്സവത്തിന്റെ ലോഗോ പ്രകാശനം മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. ചിത്രകാരൻ ബാബു വാഗയാണ് ലോഗോ തയ്യാറാക്കിയത്. ചടങ്ങിൽ TD സുനിൽ അധ്യക്ഷനായിരുന്നു. ദേശാഭിമാനി അംഗങ്ങളായ അപ്പു ആളൂർ, ദിലീപ് പൈനിത്തടം, KV ജോസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വലൂർ പാരീസ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അറുതി വരുത്തി ഉടൻ ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാൽനടയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാനാവാതെ വർഷങ്ങളായി തകർന്നു കിടന്ന ചൊവ്വലൂർ പാരീസ് റോഡ് ഉടൻ ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് കോൺഗ്രസ് ചൊവ്വലൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ആശാരിപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചൊവ്വലൂർ പാരീസ് റോഡിൽ സമാപിച്ചു. ആശാരിപ്പടിയിൽ പ്രതിഷേധ പ്രകടനം DCC സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സമാപന
പൊതുയോഗം കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ KK അഷ്റഫ് ഹാജി, KH ഇക്ബാൽ എന്നിവർ നേതൃത്വം നൽകി. തുടർച്ചയായ മൂന്നാം തവണയും ഇടതുപക്ഷ ഭരണം പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഉണ്ടായിട്ടും ഇടതുപക്ഷ MLA കൂടി ഉണ്ടായിട്ടും പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുകയല്ലാതെ പാരീസ് റോഡിനു വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്ന് കോൺഗ്രസ് ചൊവ്വലൂർ മേഖലാ കമ്മിറ്റി ആരോപിച്ചു. എരുമപ്പെട്ടി UDF സർക്കാർ കേരളത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നതിൽ പ്രതിഷേധിച്ച് CPIM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലുവായി സെന്ററിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് സുമന സുഗതൻ, TK ശിവൻ, കുഞ്ഞുമോൻ PM, PT ജോസഫ്, VV വിവേക് എന്നിവർ സംസാരിച്ചു. PT ദേവസി, NB ബിജു, PB ബിബിൻ, OS മനോജ്, PA ബൈജു, സ്വപ്ന പ്രദീപ്, NM മിഥുൻ എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധത്തിന്റെ ഭാഗമായി വീടുകളിൽ മെഴുകുതിരി കത്തിച്ചു. അടുപ്പുട്ടിപ്പള്ളിയുടെ കീഴിലുള്ള കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ കുരിശുപള്ളിയിൽ ശമവുൻ ദസ്തുനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരവും പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും ആശീർവാദവും തുടർന്ന് നേർച്ചയും ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച എന്നിവ നടത്തി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസന സെക്രട്ടറിയും വികാരിയുമായ ഫാദർ സ്റ്റീഫൻ ജോർജ്, ഇടവകാംഗം ഫാദർ മാത്യൂസ് ബർസോമ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റി PK പ്രജോദ്, സെക്രട്ടറി TA ജോൺസൺ, വാർഡ് മെമ്പർ സിജു C സൈമൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റം ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ 11ാമത് കുടുംബ സംഗമവും അവാർഡ് വിതരണവും നടന്നു. മറ്റം കരിസ്മ പാലസിൽ നടന്ന ചടങ്ങ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. എംഫാസ് പ്രസിഡന്റ് VA കൊച്ചുലാസർ അധ്യക്ഷനായി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MR വർഗീസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് മുഖ്യാതിഥിയായി. സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ VK നാരായണൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗം സിമി സ്റ്റെൽസൺ, എംഫാസ് സെക്രട്ടറി VC ഗ്ലാഡറെ ജോൺ, ട്രഷറർ KL ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. പഠന, കല, കായിക, സാഹിത്യ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള എംഫാസിന്റെ അവാർഡ് അപ്പു ആളൂരിന് MLA സമ്മാനിച്ചു. അവാർഡ് കമ്മിറ്റി കൺവീനർ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന, ദേശീയ തലത്തിൽ അവാർഡുകൾ നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. യുവ നർത്തകി ഐശ്വര്യ ലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച നൃത്യങ്ങളും ആനന്ദൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ PKB കളരി സംഘം അവതരിപ്പിച്ച കളരിപ്പയറ്റും ചടങ്ങിൽ അരങ്ങേറി. എംഫാസ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളുടെ അവതരണവും നടന്നു. കോട്ടപ്പടി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിക്കലും കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KG ഷൺമുഖൻ അധ്യക്ഷനായി. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർമാരായ ലിസി ബൈജു, നീതു പ്രബിൻ, വായനശാല ഭരണസമിതി അംഗമായ ഹരിദാസ് പൂക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി ഷീബ ഹരിദാസ് സ്വാഗതവും ഹംസമോൻ നന്ദിയും പറഞ്ഞു. നിരവധി കുട്ടികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ഞമനേങ്ങാട് മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി 7 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന രാമായണ പാരായണവും സത്സംഗവും സമാപിച്ചു. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തന്ത്രി പൂജയും നടന്നു. തുടർന്ന് നടന്ന ആനയൂട്ടിൽ കൊമ്പൻ കോളക്കാടൻ കുട്ടിക്കൃഷ്ണൻ പങ്കെടുത്തു. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും നടന്ന രാമായണ പാരായണത്തിന് ആചാര്യൻ വിജു ഗോപാലകൃഷ്ണൻ നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് തന്ത്രി മഠത്തിൽ മുണ്ടയൂർ സൂരജ് നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി ഗിരീശൻ നമ്പൂതിരി, പ്രസിഡന്റ് വിജയൻ പൈറ്റാംകുന്നത്ത്, സെക്രട്ടറി NR രാജേഷ്, ട്രഷറർ C മാധവനുണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ബ്രിട്ടനിലെ ആൾട്ടണിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വാർഷിക സമ്മേളനത്തിന് ഞായറാഴ്ച സമാപനമായി. ആത്മനിർഭരമായ പ്രാർത്ഥനയോടെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള നേതാവ് ഹദ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് ആത്മീയ സമ്മേളനത്തിന്റെ സമാപന പ്രഭാഷണം നിർവഹിച്ചു. 100-ൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള 50,000-ൽ പരം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു. മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ പ്രതിനിധികളും ആത്മീയ സംഗമത്തിന്റെ ഭാഗവാക്കായി. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പാർലമെന്റേറിയന്മാരും പൗര നേതാക്കളും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. വിവിധ ആത്മീയ ധാർമ്മിക വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും ഡോക്യുമെന്ററികളും എക്സിബിഷനുകളും
സംഗമത്തിന്റെ ഭാഗമായി നടന്നു. അഹമ്മദിയ ജമാഅത്തിന്റെ ഔദ്യോഗിക TV ചാനലായ MTA-യിൽ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ ആത്മീയ സംഗമത്തിന്റെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിലെ നവമണലൂർ വികസന പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക പ്രോജക്ടിന്റെ ആദ്യഘട്ടമായ സാഹിത്യോത്സവത്തിന്റെ പദ്ധതി നിർവഹണ സമിതി രൂപീകരണ യോഗം നടന്നു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷയായി. സാംസ്കാരിക പ്രൊജക്ടിന്റെ ആദ്യഘട്ടമായ സാഹിത്യോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഓഗസ്റ്റ് 22, 23, 24 തീയതികളിലായി പഞ്ചായത്ത് തലത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കഥ, കവിത, നിരൂപണം എന്നിവയിൽ രചനാ മത്സരം നടത്തുവാൻ തീരുമാനിച്ചു. നിയോജകമണ്ഡലം തല മത്സരം സെപ്റ്റംബർ 12 നടക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മോഹൻദാസ്, KU സരിത, സിജി മോഹൻദാസ്, IN സുധീഷ്, സിനി പ്രസാദ്, കവി ഡോക്ടർ സി രാവുണ്ണി, സാംസ്കാരിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, ഗ്രന്ഥശാല സംഘം ചാവക്കാട് താലൂക്ക് ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ്, K സുനിൽകുമാർ മാസ്റ്റർ, RM അബ്ദുൾ ഹക്കീം എന്നിവർ സംസാരിച്ചു. നിർവഹണ സമിതി ഭാരവാഹികളായി ഡോക്ടർ സി രാവുണ്ണി ചെയർമാൻ, അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ജനറൽ കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഗുരുവായൂർ കുറുക്കൻതറ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസം ആചരിച്ചു. വിശേഷാൽ പൂജകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മേളത്തോടുകൂടിയ നിറമാല, ചുറ്റുവിളക്ക്, ഭഗവത് സേവ, അത്താഴപൂജ എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് മേൽശാന്തി ജയേഷ് ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഔഷധകഞ്ഞി പകർച്ചയും ഉണ്ടായിരുന്നു. ഭാരവാഹികളായ സുധീഷ് അത്തിക്കോട്ട്, ബിനീഷ് കറുത്തേടത്ത്, ദീപക് പൂക്കോട്ടിൽ, മുരളി വടാശ്ശേരി, PB ഭൂപേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അക്കിക്കാവ് NSS കരയോഗ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും സമാദരവും നടന്നു. കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങ് NSS ഡയറക്ടർ ബോർഡ് അംഗവും തലപ്പിള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് P. ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് N. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി S. ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി P. പ്രവീൺകുമാർ, K. ഭാസ്കരൻ നായർ, K. ഉണ്ണികൃഷ്ണൻ, PV തിലക ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കരയോഗ അംഗങ്ങളെയുമാണ് ആദരിച്ചത്. സുവിധം ഫൗണ്ടേഷൻ നടത്തിവരാറുള്ള നിർധന കുടുംബങ്ങൾക്കുള്ള പെൻഷൻ വിതരണം ചിറമനേങ്ങാട് ഗ്രാമീണ വായനശാലയിൽ നടന്നു. സുവിധം ഫൗണ്ടേഷൻ പ്രസിഡന്റ് മുരളി പാതിരിക്കാട്, വൈസ് പ്രസിഡന്റ് വിജയകുമാർ വെട്ടത്ത്, സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി സുഭാഷ് കോഴിപ്പറമ്പിൽ, ട്രഷറർ ഷാജി വലിയറ, രക്ഷാധികാരി ഗോപി താഴത്തുപുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗേൾസ് കബഡി അക്കാദമിക്ക് ജേഴ്സി വിതരണവും ദേശീയ സംസ്ഥാന മെഡൽ ജേതാക്കൾക്ക് ആദരവും നടത്തി. ജെറുസലേം ക്ഷത്രിയൻ പൂരാഘോഷ കമ്മിറ്റിയാണ് വിദ്യാർത്ഥികൾക്ക് ജേഴ്സികളും ആദരവും നൽകിയത്. സ്കൂൾ SPC ഹാളിൽ നടന്ന ചടങ്ങ് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അലി കോട്ടോൽ അധ്യക്ഷത വഹിച്ചു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ക്ഷത്രിയൻ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹി MG അമൽ, BJP കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് പെരുന്തുരുത്തി, വാർഡ് മെമ്പർ മോനിഷ രജീഷ് എന്നിവർ സംസാരിച്ചു. ദേശീയ സംസ്ഥാന തലങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച താരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. അക്കാദമിയിലെ എല്ലാ കുട്ടികൾക്കും പുതിയ ജേഴ്സികൾ വിതരണം ചെയ്തു. സ്കൂൾ കായികാധ്യാപകൻ K. സുജേഷ്, കബഡി പരിശീലകൻ ലിജോ സി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ആർത്താറ്റ് ക്രിസ്റ്റൽ പാരഡൈസിൽ നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ ജോസി ഫ്രാൻസിസ് ഉദ്ഘാടനവും സ്ഥാനാരോഹണവും നിർവഹിച്ചു. പ്രസിഡന്റ് CM മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് അൻവർ V, വൈസ് പ്രസിഡന്റ് CC ഷാജി, സെക്രട്ടറി N. വിനോദ്, ജോയിന്റ് സെക്രട്ടറി KN മനോജ്, ട്രഷറർ CP ബെന്നി എന്നിവർ ചുമതലയേറ്റു. ചടങ്ങിൽ റീജിയണിൽ നിന്നും സെക്രട്ടറി TV മോഹൻ ലഭിച്ച മെറിറ്റോറിയസ് അവാർഡ് റെപ്രസെന്റേഷനും മികച്ച വിജയം കരസ്ഥമാക്കിയവർക്കുള്ള പുരസ്കാര വിതരണവും ഉണ്ടായി. ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാമത്സരങ്ങളും വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ SSLC, +2, CBSE ബോർഡ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി എക്സലൻഷ്യ 2026 അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു. നെക്സോസ് റീറ്റെയിൽസ് ആൻഡ് എംഫാഡ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന്റെ 2010 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥിയുമായ ഹിറാസ് KM ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഇൻചാർജ് സാജിദ റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി. CBSE 10, 12 ക്ലാസ് ടോപ്പർമാർ
ദേശീയതല നേട്ടം കൈവരിച്ചവർ, 90% മാർക്ക് നേടിയവർ, മജ്ലിസ് റാങ്ക് ജേതാക്കൾ, A+ വിജയികൾ, ഡിജിറ്റൽ ഫെസ്റ്റ്, ഗണിതശാസ്ത്ര ഒളിമ്പ്യാഡ് വിജയികൾ എന്നിവരെയും പരിശീലിപ്പിച്ച അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,370 രൂപ, പവന് 1,06,990 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം ചാവക്കാട് പ്രവാസി ലീഗ് നേതാവും സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകനുമായിരുന്ന മണത്തല പണിക്കവീട്ടിൽ കൊട്ടിലിങ്ങൽ മുഹമ്മദ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. ഖബറടക്കം മണത്തല ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ബുഷറ ഭാര്യയും ഷംസീർ, ഷഹീൻ, ഷഹാന എന്നിവർ മക്കളുമാണ്. കാട്ടകമ്പൽ കിഴക്കുമുറി പടിഞ്ഞാറേപ്പാട്ട് പരേതനായ കൃഷ്ണൻ മകൻ ശങ്കുണ്ണി നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് അയ്നൂർ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ലീലാവതി, ബാലകൃഷ്ണൻ, മുരളീധരൻ, മണികണ്ഠൻ, വിജയൻ, സജിത എന്നിവർ മക്കളാണ്. കേച്ചേരി പട്ടിക്കര വാഴപ്പള്ളി ജോസ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഓമനയാണ് ഭാര്യ. സുമി, സൗമ്യ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട വധശ്രമ കേസിലെ പ്രതി സ്റ്റേഷനിൽ കീഴടങ്ങി. കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പുന്നയൂർക്കുളം ചമ്മന്നൂർ മുണ്ടാറയിൽ വീട്ടിൽ മുഹമ്മദ് ഷിഫാനാണ് ദിവസങ്ങൾക്കു ശേഷം സ്റ്റേഷനിൽ കീഴടങ്ങിയത്. അഴിമതി ആരോപണം. ചാവക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പുളിച്ചിറക്കെട്ട്, കുളം, ബ്ലാങ്ങാട് ബീച്ച്, മിനി വാഗമൺ പദ്ധതികളിലാണ് വൻ അഴിമതി നടന്നുവെന്ന് പ്രതിപക്ഷം. നഗരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. കടവല്ലൂർ പഞ്ചായത്തിൽ നിന്നും കെട്ടിട നികുതി തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ തുക നഷ്ടപ്പെട്ടതായി സംശയം. ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് വിശദമായി പരിശോധിച്ചപ്പോഴാണ് സംശയം ബലപ്പെട്ടത്. തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്ന നിഗമനം. തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.